നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ എല്ലാ അഭ്യാസങ്ങളും അറിയാൻ ശേഷിയുള്ളവളാ ഈ പ്രഭാവതി. എടീ, പ്രതാപനെയും ജാസ്മിനെയും ഇവിടുന്ന് ആട്ടി ഓടിച്ചാൽ പ്രഭാവതി തളർന്നു പോകുന്നാണോ നീ കരുതിയത്? അവര് കൂടെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഈസി ആയിട്ടങ്ങ് അസ്തമിപ്പിക്കാവുന്നാണോ നീ വിചാരിച്ചത്? ഒന്നും നടക്കില്ലടി. ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും നിന്നോട് എതിർക്കാൻ ഈ പ്രഭാവതി മാത്രം മതി. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പ്രഭാവതി അമ്മ. പക്ഷേ ഒരിക്കലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഉദയന്നൂരമ്മയും ഗായത്രി അമ്മയും എന്റെ കൂടെ ഉള്ളിടത്തോളം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സാധിച്ചെടുക്കില്ല. നിങ്ങളുടെ അനിയനും ജാസ്മിനും പടിയിറങ്ങിയതുപോലെ തന്നെ നിങ്ങളും ഈ കുടുംബത്തിൽ നിന്നും താനെ പടിയിറങ്ങിപ്പോവും. അത് നിന്റെ വ്യാമോഹം മാത്രമാണ് പാർവതി. ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പടിയിറക്കാമെന്ന് നീ കരുതണ്ട. ഇവിടെ നിന്ന് ഇറങ്ങുന്നത് നീയും നിന്റെ അനിയത്തിയുമായിരിക്കും. ഇതുവരെ കാലം നിങ്ങൾക്ക് അനുകൂലമായിരുന്നെന്ന് കരുതി എന്നും അത് അനുകൂലമായിരിക്കുമെന്ന് ചിന്തിക്കല്ലേ പ്രഭാവതി അമ്മ. കാറ്റ് തിരിഞ്ഞു വീശി തുടങ്ങി. അത് നിങ്ങൾ മനസ്സിലാക്കണം. എടീ, എത്ര വലിയ കൊടുങ്കാറ്റായാലും ഈ പ്രഭാവതിക്ക് അത് വെറും നിസ്സാരമാണ്. ഒരു കുളിർ കാറ്റ്. അല്ലാതെ ആ കാറും കോളും കൊണ്ടൊന്നും പ്രഭാവതി അടിപതറി വീടില്ല. നമുക്ക് കാണാൻ പോകുന്നതേ നീയായിരിക്കും. മറച്ചു വെക്കാതെ തന്നെ പറഞ്ഞേക്കാം, നിനക്കെതിരെ പുതിയൊരു ബ്രഹ്മാസ്ത്രം ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. ബ്രഹ്മാസ്ത്രം? അതെടി, അക്ഷരാർത്ഥത്തിൽ അതൊരു ബ്രഹ്മാസ്ത്രം തന്നെയാണ്. അതിനെ തടുക്കാൻ സാധിക്കുമെങ്കിൽ നീ തടുത്തോ. പ്രഭാവതി അമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പുതിയ എന്ത് ചതിയാ അവരൊരുക്കിയിരിക്കുന്നത്? വിശാൽ സാറിന് പ്രഭാവതി അമ്മയെ കുറിച്ചുള്ള ധാരണ മാറ്റിയെടുക്കണം. പക്ഷേ എങ്ങനെ അത് സാധിക്കും? വിശാൽ സാർ, സർ, എനിക്ക് അത്യാവശ്യമായിട്ടെ വക്കീലിനെ ഒന്ന് വിളിക്കണം. ഹലോ സർ. വിശാൽ? വക്കീലെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. പറഞ്ഞോ വിശാൽ. അത് പാർവതിയുടെ പേരിൽ ഇപ്പോഴുള്ള നമ്മുടെ കുടുംബ സ്വത്തുക്കൾ മുഴുവനും എത്രയും പെട്ടെന്ന് പ്രഭാവതി അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.